ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് നാളെ ഇനി സ്കൂളൊക്കെ തുറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ പുഴയിൽ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിപ്പോൾ പുഴയിലേക്ക് പോവാണ് കേട്ടോ. വെറുതെ ഒരു ചെറിയ വീഡിയോ ആണ്, വലിയതായിട്ടൊന്നുമില്ല. അപ്പം ഒന്ന് അവളെ പുഴയിൽ കൊണ്ടുപോയിട്ടൊന്ന് നീന്തിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അനീഷേട്ടനും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടെ പുഴയിലേക്ക് തോർത്തൊക്കെ എടുത്തിട്ട്, വലിയ കാര്യത്തിൽ തോർത്തൊക്കെ എടുത്തിട്ടാട്ടോ പോകുന്നത്. അപ്പം ലാസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ, തിരിച്ചെങ്ങനെയാണ് വരുന്നത്. കുറേ നാളായിട്ടോ വീഡിയോ ഒന്നും ചെയ്യാത്തത്. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം ചെടികളും എല്ലാം ഇപ്പം അങ്ങനെ തന്നെ ഇങ്ങനെ ഒരു ഇതായിട്ടാണ് ഉള്ളത്. ഇപ്പം അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല. എല്ലാം കഴിഞ്ഞിട്ടാകുമ്പം ഒന്നും കൂടെ തുടങ്ങാം. പിന്നെന്താണ്, അങ്ങനെ നമ്മൾ പുഴയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പുഴയിലേക്ക് പോകുമ്പം തന്നെ ഇവിടെ കുറച്ച് ഒരു ഇടവഴി പോലെയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫുള്ള് കാടൊക്കെയാണ്. നടന്നു പോകേണ്ട ഒരു ചെറിയ വഴിയാണ് കേട്ടോ ഉള്ളത്. കണ്ടത്തുനിന്ന് ഫുൾ കാട് കണ്ടോ, ഫുള്ളായിട്ട് ഇങ്ങനെ കാടൊക്കെ പിടിച്ചിട്ടുള്ളത്. അപ്പം പാമ്പൊക്കെ ഉണ്ടാവുമോ എന്നുള്ള പേടിയെല്ലാം ഉണ്ടാവും. പക്ഷെ ചെറിയ ഇങ്ങനെ ആൾക്കാർ നടന്നു പോയ ചെറിയ വഴികളുണ്ട് കേട്ടോ. പക്ഷേ അങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു മഞ്ഞ പൂക്കളൊക്കെ നല്ല ഇതായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുഴയിലെത്തിയപ്പോഴാണ് ഗൈസ് നമ്മൾ കണ്ടത് നല്ലോണം വെള്ളം കയറിയിട്ടായുള്ളത്. ഇപ്പം കുറച്ച് ദിവസമായി മഴയൊന്നും പെയ്യാത്തത്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ വെള്ളമൊന്നും കുറഞ്ഞിട്ടില്ല, നല്ലോണം വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ വെള്ളവും കാടൊക്കെ കണ്ടപ്പോൾ മയ്യുന് ഭയങ്കര പേടിയായേ. അപ്പോൾ അവൾ വെള്ളത്തിലേക്കൊന്ന് കൊണ്ടുപോയത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം ഗൈസ്. അവളെ അനീഷേട്ടനെ പിടിച്ച് വെള്ളത്തിലിടേണ്ടതായിരുന്നു. ഇതുണ്ടോ, ഒരു പുല്ലൊക്കെ ഇങ്ങനെ ഫുള്ള് കാട് കയറിയത് കൊണ്ട് അങ്ങോട്ടേക്ക് പോകാനേ ആവുന്നില്ല. ഇവിടെയൊന്നും വെള്ളമൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ വെള്ളം ഇറങ്ങി പോയിട്ടില്ല. ആദ്യം അവൾ പറഞ്ഞു ഞാൻ പോകുമെന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് ഭയങ്കര പേടിയായിട്ടാ. അതുകൊണ്ട് പിന്നെ അവളെ എടുത്തിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അനീഷേട്ടൻ താഴെ ഇറക്കുന്നത് കണ്ടപ്പോൾ അവളിതാ പിടിച്ച് കടിക്കാനും പിടിച്ച് തള്ളാനൊക്കെ തുടങ്ങിയിട്ട് പേടിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. പിന്നെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് പോയിട്ടില്ല, അവൾ കരഞ്ഞതുകൊണ്ട്. പക്ഷേ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് നിന്നിട്ടൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ. പക്ഷെ അവൾക്ക് പേടിയായതുകൊണ്ട് അങ്ങോട്ട് പോകാനും പറ്റിയില്ല. പിന്നെ എന്തായാലും വന്നതല്ലേ, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതാ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അതാ അവൾ ഓടിയപ്പോൾ അവളെ ചെരുപ്പ്, അവൾക്ക് ഈ കാടുകളിലൊക്കെ ഇങ്ങനെ പോകാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ നീന്താനും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ് കേട്ടോ. വെള്ളം കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതാണ് കേട്ടോ നീന്താൻ. കുട്ടികളെയൊക്കെ നീന്താൻ പഠിപ്പിക്കാനൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ, നല്ല സ്ഥലമെല്ലാം ഉള്ളതാണ് കേട്ടോ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ, ആ മുള്ളുള്ള ചെടിയിൽ കൊണ്ടുപോയിട്ട് കൈ വെക്കുകയാണ്. കണ്ടോ, കുരുത്തക്കേടാണ്, ഭയങ്കര കുരുത്തക്കേടാണ്. അപ്പോൾ അതാ നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരാനുണ്ട് കേട്ടോ. റോഡിൻ്റെ കുറച്ചിലേക്ക് കൂടി നടന്ന് വരണം. അല്ലാണ്ട് നമ്മൾ അപ്പുറത്തെ വഴി പോകുന്നുണ്ടെങ്കിൽ കണ്ടത്തിലേക്ക് കൂടി പോയാൽ മതി. പക്ഷേ ഫുൾ കാടായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഗൈസ്, ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. ടാറ്റാ.